സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്ത് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്ന് പറയണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഒരു കാഠിന്യം ഇറങ്ങിയിട്ട് ഒരു ഷോക്കിംഗ് ന്യൂസിന്റെ ആഘാതം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അതൊരു ഷോക്കിംഗ് ആയിരിക്കില്ലേ? 9 മാസം ഗർഭത്തിൽ ചുമന്ന് കർക്കിടക രാത്രികളിൽ, മഴ തകർക്കുന്ന രാത്രികളിൽ എല്ലാവരും ഉറങ്ങുമ്പോ എന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ, ചിലര് ഖബറിലാണെന്ന് ആലോചിച്ച് നോക്കി, ഉമ്മാന്റെ മുഖം ഒന്ന് കൊണ്ടുവന്നു നോക്ക്. 9-ാം മാസത്തില് എല്ലാരും ഉറങ്ങുമ്പോ ഉമ്മാക്ക് ഉറക്കം വരുന്നില്ല. ചെറിയ കുട്ടികളെ, ചെറുപ്പക്കാരെ, മാതാപിതാക്കളെ ഒക്കെ വേദനിപ്പിക്കുന്നവരെ, ആരുടെയെങ്കിലും ഒക്കെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ മനസ്സിൽ കരുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരോടും പറയാൻ പെട്ടെന്നെഴുന്നേൽക്കും. ഞാനാകുന്ന കുട്ടി ഉമ്മയുടെ അടിവയറ്റിൽ കിടന്ന് കാലുകൊണ്ടും കൈകൊണ്ടും കുത്തി വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനയുടെ ആഘാതം അറിയണമെങ്കിൽ അടിവയറ്റിലൊന്ന് ഇടിച്ചു നോക്കിയാൽ അറിയാം. ഉമ്മ പ്രാണവേദനയോടെ എഴുന്നേറ്റ് പറയുന്ന വാക്ക്, പടച്ചോനെ എന്റെ കുട്ടിയെ ഒന്നും മരിപ്പിക്കുക എന്നല്ല, പടച്ചോനെ എന്റെ കുട്ടിയെ കാക്കണേ അല്ലാ, എന്റെ കുട്ടിയെ കാക്കണേ അല്ലാ. വേദന കൊണ്ട് പിടയുമ്പോഴും എന്റെയും നിങ്ങളുടെയും ഉമ്മ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് അല്ലേ? നമ്മുടെ വാപ്പായെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ സൗകര്യങ്ങൾ ഉണ്ടാകാത്ത കായംകുളത്തെ ഒരു ഓർമ്മ, കൂലിവേലക്ക് പോയി ഈ നാട്ടിലെ ഏതോ തൊഴിൽ ചെയ്ത് പകലന്തിയോളം പണിയെടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്ന വാപ്പ. എല്ലാ സങ്കടങ്ങളും ഈ മനുഷ്യൻ മനസ്സിൽ ഒതുക്കി വെച്ചു അല്ലേ? അധ്യാപകരായ പിതാക്കന്മാരുണ്ടായിട്ടുണ്ട്, കൂലിപ്പണിക്കാരുണ്ടായി, ഗൾഫിൽ പോയവരുണ്ടായിട്ടുണ്ട്. നമ്മുടെ പെങ്ങടെ ഒക്കെ കല്യാണം നടക്കുമ്പോൾ ഉമ്മ വേനൽ മഴ പോലെ കരയും, ഉപ്പ കരയില്ല. നമ്മുടെ ഷഫീഖ് ഫൈസിയുടെ കവിതയിലുണ്ട്, കവിതാ പുസ്തകത്തിലുണ്ട് ഒരു കവിത, ഉപ്പക്ക് എപ്പോഴും ജന്നാത്തുൽ ഫിർദൗസിന്റെ മണമാണ് എന്ന്. എന്നെ ഭയങ്കരമായി ത്രസിപ്പിച്ച ആ കവിതാ സമാഹാരത്തിൽ ഒരു കവിത. എല്ലാവരും ഒരു കോപ്പി വാങ്ങിക്കോളൂ കേട്ടോ. നിങ്ങൾ നാട്ടുകാർ വാങ്ങാതെ ഞങ്ങൾ ചാവക്കാട്ടുകാർ വാങ്ങിയിട്ട് എന്താ കാര്യം? എല്ലാ ഫ്രീ കൊടുത്താൽ 130 രൂപ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ഫ്രീ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഒരു പ്രവാചകനും നാട്ടിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു അപ്തവാക്യമുണ്ട്. നിങ്ങളുടെ ഷഫീഖ് ഫൈസി നിങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കാതിരിക്കണ്ട. വളരെ മനോഹരമായ കവിതയാണ് അതിലൊക്കെ ഉള്ളത്. ഹബീബിങ്ങളെ, അപ്പൊ ഉപ്പയെ കുറിച്ച് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ പേരക്കുട്ടിയെ കുറിച്ച് ആലോചിച്ച് നോക്ക്. മരിച്ചു എന്നൊരു വാർത്ത സഹിക്കാൻ പറ്റുമോ? അതിന്റെ 10,000 കോടിയിലപ്പുറമാണ് അബൂബക്കറിന് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന വാർത്ത. ഓടിക്കയറി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്, അതിന്റെ ഉള്ളിലെ റൂമിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന റൂമിൽ കയറി വെള്ള പുതച്ച് കിടക്കുകയാണ് മുഹമ്മദ്.